ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരും വിശേഷം, സുഖല്ലേ? അപ്പോൾ എല്ലാവരും ഡീപ്പ് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? അപ്പോൾ റമദാനൊക്കെ വരികയാണ്, എല്ലാവരും അതിന് വേണ്ടി ഒരുങ്ങുകയാണല്ലോ അല്ലേ? അപ്പോൾ അത് വരുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു സന്തോഷമാണല്ലോ അല്ലേ? റമദാൻ വരികയാണ്, അതിൻ്റെ ക്ലീനിങ്ങും അങ്ങനെ ഒരുക്കി വെക്കലും എല്ലാതും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? എല്ലാവരും സ്റ്റാർട്ട് ചെയ്തില്ലേ? എല്ലാവരും കഴിഞ്ഞോ അതോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ എന്താണെന്നുള്ളതൊക്കെ പറയണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി ഒരുങ്ങുകയാണ്, എല്ലാതും റെഡിയാക്കി. അപ്പോൾ തന്നെ എന്തോ സന്തോഷമാണല്ലോ അല്ലേ? അങ്ങനെ ഞാനും എൻ്റെ ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മൾ നനച്ചുളി എന്നൊക്കെ പറയുമല്ലോ അല്ലേ? പണ്ടൊക്കെ നനച്ചുളി എന്നൊക്കെ പറഞ്ഞ് കണ്ട് ചെയ്യാറില്ലേ? അപ്പോൾ ഞാനും സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ബെഡ്റൂമാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ തട്ടിക്കൊട്ടി ഒക്കെയാണ് തട്ടിക്കൊട്ടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കിച്ചണിൽ എല്ലാ പണികളും കഴിച്ച് ഫുഡൊക്കെ റെഡിയാക്കി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ആകെ മൊത്തം തട്ടിക്കൊട്ടി എല്ലാതും സെറ്റായതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിന് നിന്നത് കേട്ടോ. അങ്ങനെ ആ റൂമത്തെ മാറാല തട്ടലും തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം റാക്ക് ഉണ്ടായിരുന്നു. ആ റാക്കുമത്തെ ഓരോ സാധനങ്ങളും ഓരോ ഭാഗത്തത്തെ ഓരോ സാധനങ്ങൾ മൊത്തത്തിൽ ഇങ്ങോട്ട് വലിച്ചിടാതെ ഓരോ ഭാഗം ഇങ്ങനെ എടുത്ത് അവിടുത്തെ തുടച്ച് അവിടെ തട്ടിക്കൊട്ടിയിട്ട് അത് തിരിച്ചങ്ങോട്ട് വെച്ച് ബാക്കി അങ്ങനെ ചെയ്യാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കബോർഡൊക്കെ ഉണ്ടല്ലോ, കബോർഡ് ഞാൻ അങ്ങനെ തന്നെ രാത്രിയൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമിന് ആദ്യത്തെ ഓരോ ഡ്രസ്സ് ഓരോ ഭാഗത്തത്തെ റെഡിയാക്കി അവിടുത്തെ മൊത്തം തട്ടി ശരിയാക്കട്ടെ. നമ്മൾ ആൺമറിയിലൊന്നും വല്ലാതെ പൊടികളൊന്നും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനി പുറം ഭാഗമുള്ളല്ലോ അത് മൊത്തം മാറാലൊക്കെ തട്ടി ഇതൊക്കെയാണ് തുടച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ അങ്ങോട്ട് യൂസ്ഫുള്ളായെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുള്ളായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായോ എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എന്നേക്കാൾ നന്നായി ക്ലീൻ ചെയ്യുന്ന ഇക്കാര്യങ്ങളൊക്കെ ഈ ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമായോ എന്താണെന്നുള്ളത് നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മൊത്തം തട്ടിയതിന് ശേഷം വേണം ബെഡ്ഷീറ്റൊക്കെ മാറ്റാൻ കേട്ടോ. ആദ്യം തന്നെ എന്താക്കിയാൽ അത് പൊടികളൊക്കെ ബെഡിലേക്കാണ് വീഴുക. അങ്ങനെ മൊത്തം നമ്മൾ റൂമിലെല്ലാം ഒരു റൂം ടാർജറ്റ് ചെയ്തിട്ട് അത് മൊത്തത്തിൽ ചെയ്യാം. അതിൻ്റെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞതിന് ശേഷം വേണം വേറൊരു ഇതിലേക്ക് പോകാൻ കേട്ടോ. ഇവിടെ ഇനി ഒന്നും ബാലൻസ് ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ ബെഡൊക്കെ എന്നും ബെഡിൻ്റെ അടിയൊന്നും എന്നും ഒന്നും തട്ടൂലല്ലോ. അപ്പോൾ ബെഡൊക്കെ നീക്കിയിട്ട് അതിൻ്റെ സൈഡും ഒക്കെ തട്ടിയിട്ട് അവിടെ മൊത്തത്തിൽ ആകെ മൊത്തം അടിച്ചു വാരിയിട്ട് കേട്ടോ. അങ്ങനെ അകമൊക്കെ അടിച്ചു വാരിയതിന് ശേഷം നമുക്ക് ബെഡ്ഷീറ്റൊക്കെ അലക്കടക്കണം. അപ്പോൾ അത് തട്ടി അത് എടുത്തതിന് ശേഷം അത് അപ്പം തന്നെ അലക്കാൻ വാഷിംഗ് മെഷീനിലൊക്കെ ഇടണോലാണെങ്കിൽ അപ്പം തന്നെ അലക്കാടുന്ന നമ്മൾ ഈ പണി കഴിയുമ്പോഴത്തേന് അത് അതിൻ്റെ ഇത് കഴിഞ്ഞ് നമുക്ക് വിരിച്ചിടാമല്ലോ. അതിന് ശേഷം ജനലുകളും ഓരോന്ന് ഒരു വെള്ളത്തിൽ എന്തെങ്കിലും സ്മെല്ലിനൊക്കെ എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ആ വെള്ളത്തിൽ ഒലുമ്പി പിഴിഞ്ഞുകൊണ്ട് തുടച്ചെടുക്കുക. നമ്മൾ ഈ റമദാനിൽ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യും, എന്തോ ഒരു ഇൻട്രസ്റ്റ് സന്തോഷമാണല്ലോ എല്ലാവരും ഇങ്ങനെ ചെയ്യല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് തീർക്കാനൊക്കെ ഒരു എനർജി കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ അപ്പം തന്നെ നമുക്ക് ഈ സ്വിച്ച് ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം തന്നെ തുടച്ചിടണം കേട്ടോ. അതുപോലൊക്കെ എങ്ങനെ എന്തെങ്കിലും അടയാളങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അതും ആൺമറ ഞാൻ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുറമൊന്ന് തുടക്കാനുള്ളൂ. ഞാനത് ഫുള്ളായിട്ട് ആ പൊളികളും ഒക്കെ ഫുള്ളായിട്ട് തുടച്ചെടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മൾ ഈ ബെഡ് എന്താ കട്ടിലിൻ്റെ സൈഡ് അവിടെയൊക്കെ നന്നായി പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നീക്കിയിട്ട് അവിടെയും നന്നായി എന്താ നനച്ച് നന്നായി പിഴിഞ്ഞതിന് ശേഷം തുടച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ബാത്റൂമിൻ്റെ ഡോറ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും തുടച്ചെടുക്കുക. അപ്പം ഇനി കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം ഇങ്ങനത്തെ പണികൾക്കൊക്കെ നിൽക്കുക. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ആ റൂമിലെ എല്ലാ സംഭവങ്ങളും തിരഞ്ഞു പിടിച്ച് അവിടെയൊക്കെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം. അവിടെ പിന്നെ ഒന്നും ബാക്കിയില്ലാതെ ഡോറുകളും എല്ലാതും തുടച്ചെടുക്കുക. അതിൻ്റെ ഫാനും അതിനുശേഷം പിന്നെ നമുക്ക് മൊത്തത്തിൽ തുടച്ചെടുക്കാം. ആദ്യം ഒന്ന് വെള്ളം കൂട്ടി തുടച്ചതിന് ശേഷം പിഴിഞ്ഞ് തുടച്ചെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് ഇനി ബെഡ് വിരിച്ചിടണം കേട്ടോ. അങ്ങനെ ബെഡ് നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ അല്ലേ 4 സൈഡിലും ഒരു കെട്ടിട്ട് കണ്ട് വിരിക്കുകയാണെങ്കിൽ കുട്ടികൾ ചാടിയാലൊന്നും ഇങ്ങനെ പോരൂല കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെ നിന്നോളും. അപ്പം അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ബെഡ് വിരിച്ചിട്ട ആ പണിയും കഴിഞ്ഞിട്ടോ. അങ്ങനെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായോ, എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസും നല്ല യൂസ്ഫുള്ളായ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമ്മൾ ക്ലീനിങ് വീഡിയോക്ക് തന്ന സപ്പോർട്ടിനൊക്കെ ഒരു നന്ദി കേട്ടോ. അപ്പം നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അങ്ങനെ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ ക്ലീൻ ചെയ്ത ഭാഗം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ, എന്തോ ഒരു സമാധാനമാണ്. അപ്പോൾ അവിടെയും കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളെ വീട് നന്നായി ക്ലീൻ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഈ റൂമത്തെ എല്ലാ ഭാഗങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്.